നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരെയധികം മുന്നേറിയിട്ടുള്ള ഒരു വ്യക്തിയാണോ? ആണെങ്കിൽ ആ വ്യക്തിയുടെ ലക്ഷണം എന്താണ് എന്ന് ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ കൃഷ്ണൻ വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ കൗരവന്മാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ചെയ്യാതെ ഒരു സന്യാസിയാകാനാണ് ആഗ്രഹം എന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ് ഇത്: അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. അർജുന, ദുഃഖിക്കേണ്ടാത്തവരെക്കുറിച്ച് നീ ദുഃഖിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് പ്രജ്ഞയുള്ള ഒരു പണ്ഡിതൻ്റെ രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു പണ്ഡിതൻ ഒരിക്കലും മരിച്ചവരെക്കുറിച്ചും മരിക്കാത്തവരെക്കുറിച്ചും ശോചിക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല. ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള ഒരു സത്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമാണ്. മരിച്ചു കഴിഞ്ഞ വ്യക്തി, ആ വ്യക്തിയെ നമ്മൾക്ക് ഈ 3 ലോകത്തിലുള്ള ധനം കൊണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പോൾ ജീവിക്കുന്ന വ്യക്തികൾ എങ്ങനെ മരിക്കും എന്നുള്ളതിനെപ്പറ്റി നമ്മൾക്ക് നേരത്തെ തന്നെ പ്രവചിക്കാൻ സാധിക്കില്ല. അതിനാൽ എന്തിനാണ് അനാവശ്യമായിട്ട് നമ്മൾ മരിച്ചുപോയവരെക്കുറിച്ച് ദുഃഖിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ച് ദുഃഖിക്കുന്നത് എന്നാണ് കൃഷ്ണൻ ചോദിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, ഭർത്താവ്, ഭാര്യ, കുട്ടികൾ, ഇവരെല്ലാം മരിച്ചുപോയി. മരിച്ചു പോകുന്ന സമയത്ത് ദുഃഖം കൊണ്ട് സങ്കടം സഹിക്കാതെ ആത്മഹത്യ ചെയ്യുന്നവരെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ദുഃഖമുണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അത് ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ വ്യാകുലപ്പെടുകയില്ല. അത് ഒരുപക്ഷെ നമ്മുടെ ജോലിയായിരിക്കാം, ധനമായിരിക്കാം, പദവിയായിരിക്കാം. ഇതെല്ലാം നമ്മൾക്ക് ഒരിക്കൽ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. കാരണം ആത്യന്തികമായിട്ട് എല്ലാം നമ്മൾക്ക് നഷ്ടപ്പെടണം. നമ്മുടെ ശരീരം തന്നെ നമ്മൾക്ക് നഷ്ടപ്പെടണം. അത് പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങൾ ലോകത്തിലെ എത്ര വലിയ ധനികനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഒരു ദിവസം ഈ വീടും അതേപോലെ തന്നെ കാറുകളും സ്ഥലവും ബന്ധുക്കളും എല്ലാം തന്നെ നമ്മൾക്ക് ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട്. അതുകൂടാതെ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മുടെ കൈവശം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ സമയത്തും നമ്മളുടെ കൂടെ ഉണ്ടാവുകയില്ല. തീർച്ചയായിട്ടും നമ്മൾ മരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇവിടെ തന്നെ വിട്ടിട്ട് നമ്മൾ പോകണം. അതിനാൽ നമ്മൾ ഒന്നിനെക്കുറിച്ചിട്ടും ദുഃഖിക്കരുത് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതിനാൽ വിദ്വാനായിട്ടുള്ള ഒരു വ്യക്തി, അതായത് പണ്ഡിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് പുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതൻ എന്നല്ല. ആധ്യാത്മിക ജ്ഞാനത്തിൽ പൂർണ്ണനായിട്ടുള്ള വ്യക്തിയാണ് ഇവിടെ പണ്ഡിതൻ എന്ന് പറയുന്നത്. ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമം തന്നെയാണ്. നമ്മളുടെ പ്രിയപ്പെട്ടവർ, നമ്മൾക്കിഷ്ടമുള്ള സാഹചര്യം, നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലി, ധനം, നമ്മളുടെ സ്വത്തുവകകൾ തുടങ്ങിയവ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ആ നഷ്ടപ്പെട്ടവ നമ്മൾക്ക് തിരികെ കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ ഇപ്പോൾ നമ്മളുടെ കൈവശം ഉള്ളവ പിന്നീട് തീർച്ചയായിട്ടും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതിനാൽ ഏതൊരു വസ്തുവുമായിട്ടും നമ്മൾ അധികമായിട്ടുള്ള രാഗം അല്ലെങ്കിൽ ആസക്തി പുലർത്തരുത്. ഇതാണ് ഈ വരികളുടെ സന്ദേശം. അത് നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രിയപ്പെട്ട വസ്തുക്കളാകാം. ഏതൊരു കാര്യത്തിലും അധികമായിട്ട് നമ്മൾ ആസക്തി വയ്ക്കുകയാണെങ്കിൽ ആ കാര്യം കൈവിടുന്ന സമയത്ത് നമ്മൾക്ക് വളരെയധികം ദുഃഖമുണ്ടാകും. അതിനാൽ ഒന്നിനോടും അതിയായിട്ടുള്ള രാഗമില്ലാതെ, അതായത് അതിയായിട്ടുള്ള ആസക്തി ഇല്ലാതെ, എന്നാൽ ഒന്നിനോടും വെറുപ്പില്ലാതെ മധ്യമായിട്ടുള്ള നിലയിൽ വേണം നമ്മൾ എപ്പോഴും ജീവിക്കാൻ. ഒന്നുമായിട്ടും കൂടുതൽ അടുപ്പം വയ്ക്കരുത്, അതേപോലെ തന്നെ കൂടുതൽ അകലവും വയ്ക്കരുത്. കാര്യങ്ങൾ എപ്രകാരമോ അതിനെ അപ്രകാരം തന്നെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ ഉറപ്പുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മരണം തന്നെയാണ്. നമ്മളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ ഇവരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുക തന്നെ ചെയ്യും. ഈ പറയുന്ന നമ്മളും തീർച്ചയായിട്ടും മരിക്കും. എത്ര വലിയ ഡോക്ടറും മരിക്കും. ഈ 3 ലോകത്തെ ധനം കൊണ്ടും നമ്മൾക്ക് ഒരിക്കലും മരണത്തെ തടുക്കാൻ സാധിക്കില്ല. ഈ കാര്യം നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൂടാതെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളും തന്നെ 100 വർഷങ്ങൾക്ക് അപ്പുറം ചിലപ്പോൾ നമ്മൾ കണ്ടു എന്ന് വരില്ല. എല്ലാവരും മരണത്തിൻ്റെ പിടിയിലാകുക തന്നെ ചെയ്യും. അതിനാൽ ഈ പ്രകൃതി നിയമത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നത് വളരെ നല്ലതാണ്. ബുദ്ധൻ ഇതിനെ മരണാനുസതി എന്നാണ് പറയുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ മരണത്തെ ഓർക്കുന്നത് വളരെ നല്ലതാണ്. അതുമൂലം നമ്മൾക്ക് ദുഃഖമല്ല ഉണ്ടാകുന്നത്, മറിച്ച് ഈ സമയത്തെ നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മൾക്ക് വിനിയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ആലസ്യത്തെ നമ്മൾക്ക് മറികടക്കാൻ സാധിക്കും. കൂടുതൽ
ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. നമ്മളുടെ തന്നെ മരണത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കുക. ഈ ശ്വാസം പുറത്തേക്ക് പോയി, ഇനി ഈ ശ്വാസം അകത്തേക്ക് വരുമോ ഇല്ലയോ എന്ന് ആർക്കാണ് ഉറപ്പുള്ളത്? ഇന്ന് നേരം പുലർന്നു, നാളെ നേരം പുലരുന്നവരെ നമ്മൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് ആർക്കാണ് ഗ്യാരണ്ടി പറയാൻ സാധിക്കുക? ജീവിതം അത്ര ക്ഷണഭങ്കുരമാണ്. അതായത് അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾക്കൊരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല. അതിനാൽ യഥാർത്ഥ ഒരു സ്പിരിച്വൽ പേഴ്സണാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കുന്നില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ദുഃഖിക്കുന്നില്ല. കാരണം എല്ലാം മാറ്റത്തിന് വിധേയമാണ്, എല്ലാം മാറുക തന്നെ ചെയ്യും. അതിനാൽ ഒന്നിനോടും അമിതമായിട്ടുള്ള ആസക്തിയില്ലാതെ, വെറുപ്പില്ലാതെ സമഭാവത്തിൽ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പണ്ഡിതനായിട്ടുള്ള വിദ്വാനായിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയാണോ എന്ന്. അല്ലെങ്കിൽ അതിനായിട്ട് കൂടുതൽ നമ്മൾ പ്രയത്നിക്കുക. പാസ്റ്റ് ഈസ് ഗോൺ, ഫ്യൂച്ചർ ഈസ് യെറ്റ് ടു കം. നമ്മൾ ജീവിക്കേണ്ടത് ഈ വർത്തമാന ക്ഷണത്തിലാണ്. ആ വർത്തമാന ക്ഷണവും ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. വളരെ വേഗത്തിൽ ഓരോ ക്ഷണവും പാസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്, ഭൂതമായിക്കൊണ്ടിരിക്കുകയാണ്. വർത്തമാന ക്ഷണം എന്ന് പറയുന്നത് വെറും മൈക്രോ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അതും സ്ഥിരമായിട്ടിരിക്കുന്നില്ല, വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ മാറ്റം ഒരു പ്രപഞ്ചത്തിലെ സത്യമാണ്, എല്ലാം മാറുക തന്നെ ചെയ്യും എന്ന് നമ്മൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അധികം ദുഃഖിക്കേണ്ടി വരികയില്ല. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആകുന്നത്.